കുറച്ച് വീതിയുള്ള ടയർ നമ്മൾ അലോയ്ക്ക് ഇട്ടതിന് ശേഷം ഈ അലോയ് കുറച്ച് പുറത്താണ് നിൽക്കുക. അപ്പോൾ ഈ ഭാഗം വന്നിട്ട് ഇവിടെ ഇടിക്കുകയാണ്. പല വണ്ടികൾക്കും ഈ പുള്ളേർ സെറ്റിനൊക്കെ പറ്റുന്ന ഒരു പ്രശ്നമാണ്. അമലേ, ഇപ്പം ഈ ടയർ വന്ന് ഇവിടെ ഇടിക്കുന്നതല്ല പ്രശ്നം. ഇതേ കംപ്ലൈൻറ്റ് എൻ്റെ 800 ഉണ്ടായിരുന്നു. പകരം ഞാൻ ഇവിടെ ഹൈറ്റ് കൂട്ടി, പക്ഷേ മാക്സിമം ഹൈറ്റ് കൂട്ടിയിട്ടും ഈ ടയർ വന്ന് പിന്നെ ഇവിടെ ഇടിക്കുകയായിരുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല. നമുക്ക് പിന്നെ മുട്ടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ടയർ അയച്ച് മാറ്റേണ്ടി വരും. പക്ഷെ നമുക്കത് പറ്റിയില്ല. പക്ഷെ നമ്മൾ പകരം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശിവൻചണ്ടയെ കൊടുത്തിട്ട് ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി, ബോഡി കട്ട് ചെയ്ത് മാറ്റി. വൃത്തിയുടെ ആയിക്കിന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയുടെ ഇല്ലാത്ത രീതിയിൽ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. ഒന്നല്ലെങ്കിൽ നമുക്ക് അലോയ് വീലും ടയർ ഒഴിവാക്കേണ്ടി വരും. നമ്മൾ EMI ആയിട്ട് മേടിച്ചാണ്. പിന്നെ വണ്ടിയിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഹൈറ്റും കൂട്ടി, പക്ഷെ എന്നിട്ടും കുറയാണ്. 2 പേര് പുറകിൽ നിന്ന് കഴിഞ്ഞാൽ അന്യായ കുറച്ചല്ല വണ്ടിക്ക്. അപ്പൊ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഭാഗമല്ലേ, ഈ ഭാഗം നൈസായിട്ട് പുറത്തേക്ക് വലിച്ചു കഴിയുമ്പോൾ ഈ ടയർ കുറച്ച് ഉള്ളിലേക്ക് പോകും. അപ്പൊ ഈ ലെവൽ ഇത് ഇങ്ങനെയല്ലേ നിൽക്കണേ, മറ്റേത് ഈ ലെവൽ പുറത്തേക്ക് വരും. നമ്മുടെ വണ്ടിയിൽ അങ്ങനെയാണ് ചെയ്തത്. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എൻ്റെ വണ്ടിക്ക് പുത്തൻ ടയർ ഇട്ടതിന് ശേഷം വണ്ടി റോട്ടിൽ കൂടെ ഇറക്കി ഓടിക്കാൻ പറ്റില്ല. ഉരച്ചൽ വേറെ ഒരു രക്ഷ ഉണ്ടായില്ല. ഹൈറ്റ് കൂട്ടി എന്തൊക്കെ ചെയ്തു, ഒരു രക്ഷയില്ല. പുറകിൽ 2 ഇരുന്ന് കഴിഞ്ഞാൽ ഉരച്ചൽ. അപ്പോൾ നമ്മൾ ശിവൻചേട്ടൻ്റെ കൊടുത്തിട്ട് ശിവൻചേട്ടനോട് കാര്യം പറഞ്ഞപ്പോൾ ശിവൻചേട്ടനാണ് ഈ ഒരു ഐഡിയ പറഞ്ഞത്. ഇന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് പേസ്റ്റ് വർക്കും ചെയ്ത് സംഭവം പെയിൻ്റ് അടിച്ച് എടുത്തു കഴിഞ്ഞാൽ സംഭവം ഒരു ഒറിജിനാലിറ്റി പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ പ്രശ്നം സോൾവ് ആവും. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ കൊണ്ടാണ് ഞാനിത് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യണമെന്നല്ല. ഒരു നിവൃത്തി ഇല്ലാത്ത കേസിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാവും. ചെറിയ ടയർ ഇട്ടാൽ ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷെ നമ്മളൊരു ആഗ്രഹം കൊണ്ട് ഒരു ഇച്ചിരി വീതിയുള്ള ടയറൊക്കെ ഇടും. എന്ന് വെച്ചിട്ട് ഒരുപാടല്ല, ഒരു ശകലം. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു പണിയാണത്. അത് ചെയ്തതിന് ശേഷം ഈ പ്രശ്നം ഏറെക്കുറെ സോൾവായി. ഇപ്പോൾ ആർച്ച് കുറച്ച് പുറത്തേക്ക് വന്നു. 3 4 ഇരുന്നാലും ടയർ മുട്ടത്തില്ല, ടയർ ഉള്ളിലേക്ക് കയറിപ്പോവും. ഇപ്പോൾ എനിക്ക് ആ പ്രശ്നം അങ്ങോട്ട് സോൾവായി. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്താണേ.